ഇൻഡക്ഷൻ കുക്കർ വളരെ എളുപ്പത്തിൽ തന്നെ നമ്മുടെ വീടുകളിൽ എങ്ങനെ റിപ്പയർ ചെയ്യാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഈ ഒരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഈ ഇൻഡക്ഷൻ കുക്കറിലേക്ക് ഇത് കുറച്ച് വെള്ളം വെച്ചിട്ട് ഒരു പാത്രം വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ കംപ്ലൈൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുണ്ടോ, ഇനി നമ്മളിത് പവർ ഓൺ ചെയ്യാവേ. പവർ ഓൺ ചെയ്തിട്ട് നമ്മൾ സ്വിച്ച് ഇവിടെ ഓൺ ചെയ്ത് കഴിയുമ്പോൾ ഉള്ളൂ ഇത് ഇൻഡക്ഷൻ ആകുന്നില്ല, അതായത് ഇതിലേക്ക് ലോഡ് പിടിക്കുന്നില്ല, വെള്ളം തിളയ്ക്കുന്നില്ല, ആ ഒരു മോഡിലേക്ക് വരുന്നില്ല. ഇതിൻ്റെ ബാക്കി ഫങ്ഷൻസ് എല്ലാം വർക്കാണ്. ബാക്കി ഫങ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പവർ ഇതിൻ്റെ ഉള്ളിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ അർത്ഥം ഇതിൻ്റെ കോഡ് വയറും മറ്റ് പവർ സപ്ലൈക്ക് ഒന്നും കംപ്ലൈൻറ്റ് ഇല്ല എന്ന് അതിൽ നിന്നും മനസ്സിലാക്കാം. അപ്പോൾ നമുക്കിതിൻ്റെ ഇതൊന്ന് ഓപ്പൺ ചെയ്തിട്ട് എന്താണ് ഇതിൻ്റെ കംപ്ലൈൻ്റ് എന്ന് നമുക്ക് കണ്ടുപിടിക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിതിൻ്റെ സ്ക്രൂസൊക്കെ റിമൂവ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇത് ഇങ്ങനെ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ഇങ്ങനെ ഒരു പോർഷനാണ് കാണുന്നത്. ഇങ്ങനെ ഫ്രണ്ടിലൊരു ഡിസ്ക് പോലെ ഒരു പോർഷൻ കാണാം. അത് ഇതിൻ്റെ ഇൻഡക്ഷൻ കോയിലാണ്. ഇത് കോപ്പറിൻ്റെ ഒരു കോയിൽ ചുറ്റാണത്. ഒരു 90% ആ കോയിലിന് കംപ്ലൈൻറ്റ് വരാൻ സാധ്യതയില്ല. അതിന് കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ തന്നെ ആ ഭാഗമൊക്കെ ഒരു കരിഞ്ഞിട്ടിരിക്കും ബ്ലാക്ക് കളറിൽ. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രം ഇത് മാറിയാൽ മതി. പിന്നെ ഇതിൻ്റെ സ്വിച്ചിൻ്റെ ഭാഗത്താണുള്ള കംപ്ലൈൻറ്റ്. അപ്പോൾ നമുക്ക് പവർ സപ്ലൈ ഓണാണ്. പവർ സപ്ലൈ ഓൺ അല്ലെങ്കിൽ ഫ്യൂസ് എന്തെങ്കിലും പോയതൊക്കെ ആണെങ്കിൽ നമുക്ക് ഫ്രണ്ടിൽ ഡിസ്പ്ലേ ലൈറ്റ് കത്തത്തില്ല. അപ്പോൾ നമുക്കിത് ഈ സ്വിച്ചിൻ്റെ ആ ഭാഗം ഇതുണ്ട്, ഇതാണ് നമ്മുടെ പവർ സ്വിച്ച് വരുന്ന ഭാഗം കേട്ടോ. ആ പവർ ഓണോ സ്വിച്ച് വരുന്ന ഭാഗം. അപ്പോൾ നമുക്ക് അവിടെ തൊട്ടങ്ങ് തുടങ്ങാം. എവിടെയാണ് കംപ്ലൈൻ്റ് ആണെന്ന് കണ്ടുപിടിക്കുമല്ലോ. അപ്പോൾ ഞാനത് കുറച്ച് ടിന്നർ എടുത്തിട്ടുണ്ട്. ഈ ബോർഡ് ഒന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടി അതിൻ്റെ ബോർഡിലെ റൂട്ടുകളും ലൈനും ഒക്കെ നിങ്ങളുടെ വീട്ടിൽ പഴയ ബ്രഷോ പെയിൻറ്റിങ് ബ്രഷോ അല്ലെങ്കിൽ ടൂത്ത് ബ്രഷോ പഴയ ഇതുങ്ങളുണ്ടെങ്കിൽ എടുത്തിട്ട് ഇതൊന്ന് ക്ലീൻ ചെയ്യണം. ഉണ്ട് നമ്മളുടെ വീട്ടിലെ കിച്ചണിലൊക്കെ വെക്കുന്ന ആയതുകൊണ്ട് മിക്കവാറും ഇതിൽ പുകയും കരിയൊക്കെ കയറിയിരിക്കാനുള്ള സാധ്യതയുണ്ട്. ചുക്കരിയൊക്കെ കയറി ഇരുന്ന് ഇതാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതിനായിട്ട് ടിന്നർ എടുത്തിട്ട് ആ ബ്രഷ് എടുത്തിട്ട് ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുത്തിട്ടാൽ മതി. നല്ലപോലെ ഒരുപാട് അധികം ഒഴിക്കേണ്ട കാര്യമില്ല, ചെറുതായിട്ടൊന്ന് ടച്ച് ചെയ്തിട്ട് ഇങ്ങനെ തൂത്തെടുത്താൽ മതി. അപ്പം നമുക്കതിൻ്റെ ആ പ്രിൻ്റ്, ഈ സർക്യൂട്ട് ബോർഡിലെ പ്രിൻറ്റുകളൊക്കെ ഒന്ന് വ്യക്തമായിട്ട് കാണാൻ വേണ്ടിയാണ്. എവിടെയെങ്കിലും സർക്യൂട്ട് ബ്രേക്ക് ആയിട്ടുണ്ടോ എന്നൊക്കെ ഒന്ന് അറിയാൻ വേണ്ടി മാത്രമാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഒന്ന് ഇത് ക്ലീൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിന് വരുന്ന പ്രധാനമായിട്ട് കംപ്ലൈൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ പാർട്സുകളെല്ലാം തന്നെ ഇലക്ട്രോണിക് ഷോപ്പിൽ വാങ്ങാൻ കിട്ടും. വളരെ വില കുറഞ്ഞ പാർട്സുകളൊക്കെയാണ് ഇതിന് ഉള്ളത്. പ്രധാനമായിട്ട് ഇതിന് igbt കംപ്ലൈൻറ്റ് വരും. പിന്നെ എൻ്റെ ഒരു റെക്ടിഫയർ ബ്രിഡ്ജ് റെക്ടിഫയർ ഉണ്ട്. igbt 3 ലെഗുള്ളത്, കറുത്തത് 3 ലെഗുള്ളതാണ് igbt. അപ്പോൾ പിന്നെ ആ ഒരു ഹീറ്റ് സിങ്കിൽ തന്നെയാണ് ഞാൻ സർക്യൂട്ട് ബോർഡിൽ വരുന്ന കാര്യം പറഞ്ഞു കേട്ടോ. അതൊന്ന് അഴിച്ച് കാണിക്കാം. പിന്നെ വരുന്നത് ബ്രിഡ്ജ് റെക്ടിഫയർ, അതിന് കംപ്ലൈൻറ്റ് വരും. ഇത് നമ്മൾ ഈ സ്വിച്ചിൻ്റെ ഭാഗം കേട്ടോ, സ്വിച്ച് വരുന്ന ഭാഗമാണ്. നമ്മൾ ക്ലീൻ ചെയ്തപ്പം നല്ല വ്യക്തമായിട്ട് ഉണ്ട്. അപ്പോൾ നമുക്കത് ആ ഭാഗം ഒന്ന് അഴിക്കാം. സ്വിച്ചിന് എന്തെങ്കിലും കംപ്ലൈൻറ്റ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കാം. പിന്നെ മെയിൻ ബോർഡിൻ്റെ കാര്യം പറഞ്ഞു വരുന്നത്. മെയിൻ ബോർഡിൽ കംപ്ലൈൻറ്റ് വരുന്ന igbt റെക്ടിഫയർ, പിന്നെ കപ്പാസിറ്ററുകൾ നിങ്ങൾ അഴിക്കുമ്പോൾ തന്നെ നോക്കിക്കോണം ഏതെങ്കിലും രീതിയിൽ കരിഞ്ഞിരിപ്പുണ്ടോ, കപ്പാസിറ്ററുകൾ എന്തെങ്കിലും കരിഞ്ഞിരിപ്പുണ്ടോ, പിന്നെ ഫ്യൂസ് ഉണ്ട്, ഫ്യൂസ് പോലാണോ എന്നുള്ളതെല്ലാം ഒന്ന് പ്രഥമ ദൃഷ്ടിയ തന്നെ ഒന്ന് നോക്കിക്കോണം. പിന്നെ ഒരു കാര്യം പ്രത്യേകം പറയാനുള്ള, ഇത്തരത്തിലുള്ള ഇലക്ട്രിക്കിൻ്റെ വർക്കുകളൊക്കെ ചെയ്യുമ്പോൾ ഇലക്ട്രോണിക്സ് വർക്കുകളൊക്കെ ചെയ്യുമ്പോൾ ചെരുപ്പ് ഇട്ടുകൊണ്ട് പണിയെടുക്കുക. നമ്മൾ സേഫ്റ്റി ഈസ് ഫസ്റ്റ്. ഓക്കെ. അപ്പോൾ ഈ ബോർഡ് നമ്മളിത് പൊക്കി എടുത്തിരിക്കണേ. ഇതിൻ്റെ ഫ്രണ്ട് പാനൽ ബോർഡാണ്. ഫ്രണ്ട് കൺട്രോളിങ് വരുന്നുണ്ട്, ആ ഡിസ്പ്ലേ ഒക്കെ ഉണ്ടോ, ഫ്രണ്ട് കൺട്രോളിങ് വരുന്ന ആ ബോർഡാണിത്. ഉണ്ട് മൊത്തം കച്ചറ കയറിയിരിക്കുവാണേ. കുറേ കാലമായിട്ട് ഈ ഇൻഡക്ഷൻ കുക്കർ അങ്ങനെ പൊതുവെ കംപ്ലയിൻറ്റ് വരാറില്ല കേട്ടോ. കംപ്ലയിൻറ്റ് വരുന്ന വോൾട്ടേജ് കുറവുള്ള സമയത്തൊക്കെ നമ്മൾ പ്രവർത്തിപ്പിച്ചാൽ മാത്രമേ ഇതിൻ്റെ igbt കംപ്ലയിൻറ്റ് വന്നു കഴിഞ്ഞാൽ ഓവർലോഡായിട്ട് ഫ്യൂസൊക്കെ അടിച്ചു പോയിട്ട് മൊത്തം സീനാകത്തുള്ളൂ. അല്ലാതെ അങ്ങനെയുള്ള കംപ്ലയിൻറ്റുകളൊക്കെ ഇത് മൊത്തത്തിൽ പൊതുവെ കംപ്ലയിൻറ്റ് കുറവുള്ളൊരു ഉപകരണമാണിത്. അപ്പോൾ ഇത് ഈ സ്വിച്ച് വരുന്നുണ്ടോ, ഈ കംപ്ലയിൻറ്റ് കാണിച്ച സ്വിച്ച് ഈ ഭാഗത്താണ് വരുന്നത്. സോറി. അപ്പോൾ നമുക്ക് ആ സ്വിച്ച് ഒന്ന് ചെക്ക് ചെയ്യണം. അതിനായിട്ട് നമ്മൾ മൾട്ടിമീറ്റർ എടുത്തിട്ട് കണ്ടിന്യൂറ്റി മോഡ് ഉണ്ടോ, ബസർ മോഡ് എന്നൊക്കെ പറയും, കീന്ന് സൗണ്ട് കേൾക്കില്ലേ, ആ മോഡിലേക്ക് നമ്മൾ മൾട്ടിമീറ്റർ മാറ്റിയിട്ടു. എന്നിട്ട് നമുക്ക് അതിൻ്റെ ഇതിൻ്റെ ഇങ്ങനെ ഗുണം പോലെയാണ് ഇതിൻ്റെ സ്വിച്ചിൻ്റെ കണക്ഷൻ വരുന്നത് കേട്ടോ. അങ്ങനെ ക്രോസ് ഗുണം ഇൻറ്റു ആ രീതിയിലാണ് ഇതിൻ്റെ സ്വിച്ചിൻ്റെ കണക്ഷൻസ് വരുന്നത്.
അല്ലാതെ അതിങ്ങനെ നേരെ നേരെ അല്ല. അപ്പോൾ നമ്മൾ ആ രണ്ട് സൈഡിലേക്ക്, സ്വിച്ചിൻ്റെ രണ്ട് സൈഡിലേക്ക് ക്രോസ് വരുന്ന ഭാഗത്തായിട്ട് നമുക്ക് മൾട്ടിമീറ്ററിൻ്റെ കണ്ടിന്യൂറ്റി പ്രോബ് വെച്ചിട്ട് ഒന്ന് ചെക്ക് ചെയ്താൽ, ഇങ്ങനെ വെച്ചിട്ട് സ്വിച്ചിൽ പ്രസ് ഇങ്ങനെ വെച്ചിട്ട് സ്വിച്ചിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടിന്യൂറ്റി കാണിക്കുന്നുണ്ടെങ്കിൽ സ്വിച്ച് ഓക്കെയാണ്. കണ്ടിന്യൂറ്റി ഒന്നും കാണിക്കുന്നില്ലെങ്കിൽ സ്വിച്ച് കംപ്ലൈൻ്റ് ആണ് എന്നുള്ളത് അനുമാനിക്കാം. ഈ ഇൻഡക്ഷൻ കുക്കറിന് അപ്പോൾ ഇതിൻ്റെ സ്വിച്ച് കംപ്ലൈൻ്റ് കേട്ടോ. രണ്ട് സൈഡിലും കണ്ടിന്യൂറ്റി വരുന്നില്ല, കണക്ഷനൊന്നും വരുന്നില്ല. അപ്പോൾ നമുക്ക് സ്വിച്ച് മാറ്റേണ്ടതായിട്ടുണ്ട്. പിന്നെ ഇലക്ട്രോണിക്സ് ഡിവൈസ് അതിന് പല രീതിയിലും കംപ്ലൈൻറ്റ് വരാം കേട്ടോ. ഈ പല ഭാഗത്തും ഇതിൻ്റെ കംപ്ലൈൻറ്റ് വരാം. ഇത് ഞാനൊരു സ്വിച്ച് എടുത്തിട്ടുണ്ട്. ഈ സ്വിച്ച് ഉണ്ട്, 5 രൂപ എടുത്തു കഴിഞ്ഞാൽ ഇത് കൂടി 2 സ്വിച്ച് കിട്ടുമേ, ഇലക്ട്രോണിക്സ് ഷോപ്പിൽ കിട്ടും. ഇത് നിങ്ങൾക്ക് പരിചയം ഉണ്ടായിരിക്കും. CD പ്ലെയറിലും നമ്മുടെ CD പ്ലെയർ, DVD അങ്ങനെയുള്ള പല 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 ഡിവൈസുകളിലും ഒക്കെ ഇതിൽ നമ്മുടെ ചെറിയ ഹെഡ്സെറ്റിൽ പോലും വരുന്ന സ്വിച്ചുകൾ ഇതൊക്കെയാണ് കേട്ടോ. ഹെഡ്സെറ്റല്ല, സോറി, ബ്ലൂടൂത്ത് സ്പീക്കർ അതിലൊക്കെ വരുന്നുണ്ടോ. ഇതിൻ്റെ ഇങ്ങനെ ഗുണം ഇത് ഇങ്ങനെ ക്രോസ് ആയിട്ട് വരുന്നതാണ് അതിൻ്റെ കണ്ടിന്യൂറ്റി ഉണ്ടോ. അപ്പോൾ ഇത് ഈ സ്വിച്ച് വർക്കിങ്ങാണ്. നമ്മൾ മുമ്പ് കൊടുത്തപ്പോൾ സ്വിച്ച് വർക്കല്ലായിരുന്നു. അപ്പോൾ നമുക്ക് ആ സ്വിച്ച് മാറിയിടാം. എന്നിട്ട് നമുക്കിതൊന്ന് ഓണാക്കി നോക്കാം. അപ്പോൾ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. നിങ്ങൾക്ക് ഉപകാരമുള്ള വീഡിയോ ആണ് ഇതിൽ ചെയ്യുന്നത്. നിങ്ങൾക്കൊരു നഷ്ടവും വരത്തില്ല. അപ്പോൾ നമ്മൾ ഇതുണ്ട്, ഇതിങ്ങനെ പ്രത്യേകം വേറൊരു കാര്യം ശ്രദ്ധിക്കണേ. സ്വിച്ച് മാറുന്നതിന് മുന്നായിട്ട് ഇങ്ങനെ മാർക്ക് ചെയ്തേക്കണേ. അല്ലെങ്കിൽ നിങ്ങൾ സ്വിച്ച് വെക്കുമ്പോൾ തിരിഞ്ഞു പോയി കഴിഞ്ഞാൽ വർക്കാകത്തില്ല, ഷോർട്ടിങ് ആയിരിക്കും കാണിക്കുന്നത്. അപ്പോൾ ഈ ലെഗുകൾ ഉണ്ട്, 2 സൈഡിലേക്ക് ലെഗ് വരണം. അപ്പോൾ നമ്മൾ മാർക്ക് ചെയ്ത് വെക്കണം. ഒന്നെങ്കിൽ മാർക്ക് ചെയ്ത് വെച്ചോ, ഇല്ലെങ്കിൽ നിങ്ങളുടെ മൊബൈൽ ഫോൺ എടുത്തൊരു ഫോട്ടോ എടുത്ത് അതിൽ വെക്കുക, സംശയം ഉണ്ടെങ്കിൽ. പിന്നെ ഇത് കൂട്ടൊരു പമ്പ് വേണം ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കഴിക്കാൻ കേട്ടോ. ഇത് വലിയ വിലയൊന്നുമില്ല, 50 രൂപ മുതൽ ഈ സാധനം ഇലക്ട്രോണിക് ഷോപ്പിൽ വാങ്ങിക്കാൻ കിട്ടും. എന്നിട്ട് അതുകൊണ്ട് ഈ സോൾഡറിങ് അയണിൻ്റെ ടിപ്പ് നല്ല കൂർപ്പിച്ചെടുക്കണേ, ഒരു പോയിൻ്റ് പോലെ. ഇല്ലെങ്കിൽ നമ്മൾ വെക്കുമ്പോഴത്തേനും വേറെ ഇങ്ങനെ ആ പോയിൻ്റിൽ വെക്കുമ്പം അടുത്ത പോയിൻറ്റിലോട്ടൊക്കെ ലെഡായിട്ട് അത് ഷോർട്ടാണുള്ള സാധ്യതകൾ കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ സോൾഡറിങ് അയണിൻ്റെ ടിപ്പ് എപ്പോഴും നല്ല ക്ലിയറായിട്ടിരിക്കണം, നല്ല വൃത്തിക്ക് നല്ല ഇതായിട്ടിരിക്കണം. എങ്കിലും മാത്രമേ നമ്മൾ സോൾഡറിങ് പെർഫെക്റ്റ് ആകത്തുള്ളൂ. അപ്പം നമ്മൾ ഡിസോൾഡറിങ് പമ്പ് വെച്ചിട്ട് അത് നമ്മൾ സ്വിച്ചിൻ്റെ ലെഡൊക്കെ റിമൂവ് ചെയ്തിരിക്കുകയാണ്. കണ്ടോ, ഊരിയെടുത്തു. ഇതാണ്. നമുക്ക് ഈ സ്വിച്ച് ഒന്ന് മാറ്റിയിട്ടച്ച് നമുക്ക് ഓൺ ചെയ്ത് നോക്കാം, എന്താ ശരിയാവുമോ നോക്കാം. എന്നിട്ട് ശരിയായില്ലെങ്കിൽ നമുക്ക് അടുത്ത പണി നോക്കാം. ഓക്കെ. അപ്പോൾ നമ്മൾ മെയിൻ ബോർഡിൻ്റെ കാര്യം മുമ്പേ പറഞ്ഞു വന്നത്. മെയിൻ ബോർഡിന് അങ്ങനെയുള്ള കംപ്ലയിൻറ്റുകളൊക്കെയാണ് മുമ്പ് പറഞ്ഞ രീതിയിലുള്ള കംപ്ലയിൻറ്റുകളൊക്കെയാണ് വരാനുള്ളത്. ഫീസ് പോവും, igbt പോവും, പിന്നെ അഴിച്ചിട്ട് ഏതെങ്കിലും ട്രാക്ക് എന്തെങ്കിലും പോയിരിപ്പുണ്ടോ എന്നുള്ളതൊക്കെ ചെക്ക് ചെയ്യണം. കണ്ടമാനം കരിഞ്ഞ് പോകാനൊക്കെ ഇരിക്കുകയാണെങ്കിൽ പിന്നെ അതിൽ അതിൻ്റെ പവർ സപ്ലൈ ഫംഗ്ഷനൊക്കെ കണ്ടമാനം കരിഞ്ഞ് ഇടിമിന്നൽ പിടിച്ചതൊക്കെ ആണെങ്കിൽ റിപ്പയർ ചെയ്യാൻ പോകണ്ട. അത് റിപ്പയർ ചെയ്താലും ശരിയാകത്തില്ല. സാധ്യത ഒരു 90% കുറവാണ് ഇടി മിന്നലേറ്റ് ഡിവൈസുകൾ. അപ്പം ഇല്ലെങ്കിൽ അതിനൊരു ബോർഡ് വാങ്ങിക്കുക. ബോർഡ് മിക്കവാറും എല്ലാത്തിനും കോമൺ ബോർഡ് തന്നെയാണ് വരുന്നത്. എല്ലാത്തിനും മിക്കവാറുള്ള ബ്രാൻഡഡ് ഐറ്റത്തിനൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം മാച്ചാവും. 500 രൂപ മുതൽ ചൈന ബോർഡുകളൊക്കെ ഇപ്പം മാർക്കറ്റിൽ ഇറങ്ങിയിട്ടുണ്ട്. എന്നൊക്കെ വാങ്ങിച്ച് നമുക്ക് ഇതിലേക്ക് കയറ്റാൻ പറ്റുന്നതാണ്. ഓക്കെ, സ്വിച്ച് മാറിയിട്ടുണ്ടേ. എന്നിട്ട് സ്വിച്ച് കയറ്റിയിട്ട് എന്നിട്ട് എന്തൊന്ന് ഓൺ ചെയ്ത് നോക്കാം എങ്ങനെയാവും എന്നുള്ളത്. അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കണ്ടുകൊണ്ട് ഇരിക്കുന്നവരൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. വീണ്ടും പറയുകയാണ്, നിങ്ങൾക്ക് ഉപകാരപ്രദമായ വീഡിയോയ്ക്കാണ് നമ്മൾ ഈ ചാനൽ അപ്ലോഡ് ചെയ്യുന്നത്. പിന്നെ ഇതേ ഈ ബോർഡ് വെക്കുമ്പോൾ ഒരു പ്രത്യേക കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം. ആദ്യം സെൻറ്ററിലെ സ്ക്രൂ ഇടുക. ആദ്യം നടുവിലത്തെ സെൻറ്റർ സ്ക്രൂ ആദ്യം ഇട്ട് ഫുള്ള് മുറുക്കരുതേ. അത് കഴിഞ്ഞ് വശങ്ങളിൽ സ്ക്രൂ ഇടുക. ചിലരുണ്ട്, നമ്മൾ മലയാളികൾ പ്രത്യേകിച്ച് ഏതെങ്കിലും സ്ക്രൂ ഇടുകയാണെങ്കിൽ ആദ്യം ആ ഇടുന്ന സ്ക്രൂ, ഇപ്പോൾ ഒരു സാധനം ആയിരിക്കും, അതിന് 5 സ്ക്രൂ ഉണ്ടെങ്കിൽ ആദ്യം ഒരു സ്ക്രൂ ഇട്ട് വെച്ച് ആ സ്ക്രൂ കണ്ടമാനം മുറുക്കി വെക്കും. അപ്പോൾ എന്ത് സംഭവിക്കും? അതിൻ്റെ ഓപ്പോസിറ്റുള്ള സ്ക്രൂ ഇടുമ്പോൾ മുറുകാൻ പറ്റാതെ വരും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കണേ. അപ്പോൾ ഈ ബോർഡ് ഇതിന് വേറെ കുഴപ്പമുണ്ടെങ്കിൽ സർക്യൂട്ട് ബോർഡുകൾ മുറുക്കുമ്പോൾ സെൻട്രലുള്ള സ്ക്രൂ
മൊത്തത്തിൽ മുറുക്കരുത്. ആദ്യം എല്ലാ സ്ക്രൂവും സെറ്റ് ചെയ്ത് വെക്കുക, കയറ്റിയിട്ട് വെച്ചിട്ട് പതിയെ ഓരോ സ്ക്രൂ മുറുക്കുക. എന്ന് വെച്ചാൽ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ടൈറ്റായിട്ട് മുറുക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ ബോർഡ് ബ്രേക്ക് ആകാനോ അതിൻ്റെ സർക്യൂട്ട് ബ്രേക്ക് ആകാനോ ഒക്കെ സാധ്യതകൾ കൂടുതലുണ്ട്. ഇതിൽ ചെറിയ IC, പ്രൊസസ്സർ IC ഒക്കെയാണ് ചെറുത് വെച്ചിരിക്കുന്നത്, അതൊക്കെ ഡാമേജ് ആകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ഇത് എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. നമുക്കിത് അടുത്ത ടെസ്റ്റ് ചെയ്ത് നോക്കാം ഓണാകുമോ എന്നുള്ളത്. അപ്പോൾ ഇത് നമ്മൾ പവർ ഓണാക്കുകയാണ്. പവർ ലൈറ്റൊക്കെ എത്തിയിട്ടുണ്ട്. സ്വിച്ച് വർക്കാം കേട്ടോ. ഓക്കെ, സ്വിച്ച് വർക്കിംഗ് ആയിട്ടുണ്ട്. ഇൻഡക്ഷൻ കുക്കർ വർക്കാവുന്നില്ല കേട്ടോ, ലോഡ് പിടിക്കുന്നില്ല. സ്വിച്ച് കംപ്ലൈൻറ്റ് ഉണ്ടായിരുന്നു, അത് ഒരു സംഭവം. അപ്പോൾ നമ്മളിതിൻ്റെ ബോർഡ് അഴിക്കാതെ പറ്റത്തില്ല. മെയിൻ ബോർഡ് നമുക്കൊന്ന് അഴിച്ച് നോക്കാം. അപ്പോൾ ഇതഴിച്ച് പീസാക്കിയിട്ടുണ്ട്. ഇപ്പോൾ മെയിൻ ബോർഡിൽ മൊത്തത്തിൽ ഞാൻ പരിശോധിച്ചായിരുന്നു കേട്ടോ. പരിശോധിച്ചപ്പം എനിക്ക് കാണാൻ പറ്റിയത് മറ്റ് കംപ്ലൈൻറ്റുകളൊന്നുമില്ല. ഇവിടെ ഒരു ജമ്പർ ബ്രേക്ക് ആയിട്ടുണ്ട്. ഈ IGBTയിലോട്ട് വരുന്നൊരു ജമ്പർ എന്ന് പറഞ്ഞാൽ ഒരു ചെറിയൊരു വയർ പീസ്, അത് തുരുമ്പ് പിടിച്ചാൽ പോയിരിക്കുന്നത്, കാലപ്പഴക്കത്താലാണ്. അപ്പോൾ നമ്മളൊരു ചെറിയ ജമ്പർ ഇട്ട് അതിൻ്റെ കണക്ഷൻ, അത് ജമ്പർ കൊടുക്കുമ്പോൾ മാറിപ്പോരുത് കേട്ടോ. കണ്ടിന്യൂറ്റി മൾട്ടിമീറ്റർ വെച്ച് ടെസ്റ്റ് ചെയ്ത് അത് തന്നെയാണോ നോക്കിയിട്ടേ കൊടുക്കാവുള്ളൂ. അല്ലാതെ നിങ്ങൾ വേറെ ഏതെങ്കിലും പോർഷനിൽ നിന്ന് ജമ്പർ എടുത്ത് ഇപ്പറ കൊടുത്തു കഴിഞ്ഞാൽ ബോർഡ് മൊത്തത്തിൽ ചിലപ്പം അടിച്ചു പോകാനുള്ള സാധ്യതയുണ്ട്. പിന്നെ വേറൊരു കാര്യം പ്രത്യേകം പറഞ്ഞോട്ടെ, നമ്മൾ ഈ ബോർഡ് നിങ്ങൾ അഴിച്ചെടുക്കുമ്പോണ്ടല്ലോ, പ്രത്യേകം ഒന്നെങ്കിൽ ഒരു ഫോട്ടോ എടുത്ത് വെക്കുകയോ അല്ലെങ്കിൽ മാർക്ക് ചെയ്ത് വെക്കുകയോ ചെയ്തോണേ. ഇല്ലെങ്കിൽ അവിടെ ഇരുന്ന് മുട്ട എടുത്തേ ഉള്ളൂ. ഈ സാധനം നിങ്ങൾക്ക് പിടിപ്പിക്കാൻ പറ്റാതെ വരും. ഇതെങ്ങനെ തിരിച്ചാണോ മറിച്ചാണോ നിങ്ങൾ തിരിച്ച് മറിച്ചൊക്കെ വെക്കും. അതുകൊണ്ട് പ്രത്യേകം ഒന്നെങ്കിൽ ഒരു മൊബൈൽ ഫോണിൽ ഒരു ഫോട്ടോ എടുത്ത് വെക്കുക, ഇല്ലെങ്കിൽ ഇവിടെ എന്തെങ്കിലും പെൻസിലിനോ മാർക്കറിനോ കൊണ്ടൊരു മാർക്ക് ഇട്ട് വെച്ച് ചെയ്യുക. ഓക്കെ, പിന്നെ ഈ ക്ലിപ്പുകളൊക്കെ ഊരുന്നത് പിന്നെ തെറ്റിപ്പോകത്തില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം ഒരു ഫാനിൻ്റെ അതിൽ ഫാനിന് എഴുതിയിട്ടുണ്ട്. പിന്നെ അതിൽ ആ സോക്കറ്റ് അതിലേക്ക് കയറത്തുള്ളൂ. അതുകൊണ്ട് പിന്നെ പ്രശ്നമില്ല. പിന്നെ നിങ്ങൾ ഈ ഹീറ്റിംഗ് കോയിലിൻ്റെ വയറൊക്കെ അഴിക്കുകയാണെങ്കിൽ അതിന് പൊളാരിറ്റി ഒന്നുമില്ല, അത് അങ്ങോട്ട് ഇങ്ങോട്ട് മാറ്റി കൊടുത്താലും കുഴപ്പമൊന്നുമില്ല ഈ കോയിലിൻ്റെ. പിന്നെ ഈ നടുക്ക് വരുന്നത് ഹീറ്റ് സെൻസറിൻ്റെ ഒരു കണക്ഷനാണ്, അതും മാറിപ്പോകത്തില്ല. അതിൻ്റെ സോക്കറ്റും കറക്റ്റാണ് വന്നിരിക്കുന്നത്. അത് 2 വയറേ ഉള്ളൂ, ഫാനിന് 3 വയർ. പിന്നെ ഇത് ഈ ഫ്രണ്ട് പാനിലേക്കുള്ള സോക്കറ്റ്, അതും ഒരിക്കലും മാറിപ്പോകത്തില്ല. അത് കുറച്ച് വയറുകൾ കൂടുതലുള്ളതാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും മാറി കയറത്തില്ല. അപ്പോൾ ഇതെല്ലാം ഫിക്സ് ചെയ്താണ്. ഇതിനിങ്ങനെ ഒരു 3 സ്ക്രൂവാണ് വരുന്നത്. ഇതെല്ലാം ഞാൻ പറഞ്ഞാൽ ആദ്യം ഒരു സ്ക്രൂ ഇട്ട് അങ്ങ് ടൈറ്റ് ചെയ്തേക്കല്ലേ. ആദ്യം ഓരോന്ന് വെച്ച് കൊള്ളിക്കുക, അത് കഴിഞ്ഞിട്ട് 3 സ്ക്രൂവും റൗണ്ട് ചെയ്ത് ടൈറ്റ് ചെയ്ത് അങ്ങനെ നമ്മൾ ചെയ്യാവുള്ളൂ, അങ്ങനെ പഠിക്കാവുള്ളൂ. എന്നിട്ട് ഇതെല്ലാം ചെക്ക് ചെയ്തിട്ടുണ്ട്. ഇത് ഫാൻ ഇങ്ങനെ കറക്കി നോക്കണം കൈ കൊണ്ടേ. ഫാൻ സ്റ്റക്കായിട്ടിരിക്കില്ല ഒരിക്കലും ഫാൻ സ്റ്റക്കായിട്ടിരുന്നേക്കെല്ലാം മൊത്തത്തിൽ IGBT എല്ലാം ഹീറ്റായിട്ട് അടിച്ച് പോകത്തേ ഉള്ളൂ. IGBT കൂളിംഗ് ചെയ്യാൻ വേണ്ടിയാണ് ഈ ഫാൻ തന്നെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഓൺ ചെയ്ത് നോക്കാം ദൈവങ്ങളെ. വെള്ളം എടുത്ത് ടെസ്റ്റിങ്ങിനായിട്ട് വെച്ചിട്ടുണ്ടേ. എന്തോ ചെറിയ അനക്കമൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഓക്കെ, സക്സസ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ വീടുകളിൽ ഇങ്ങനെയുള്ള ഇൻഡക്ഷൻ കേടായപ്പോൾ എത്രയോ എണ്ണം നിങ്ങൾ മിക്കവാറും ആക്രി എടുത്ത് കൊടുത്ത് കാണും. ഇതെല്ലാം നമുക്ക് റിപ്പയർ ചെയ്യും. ഇതിനകത്ത് അങ്ങനെ പോകാനുള്ള കംപ്ലയിൻറ്റ് വരാനുള്ള സംഭവങ്ങളൊന്നുമില്ല. ഇനി എന്ത് പോയെന്ന് പറഞ്ഞാലും നിങ്ങൾ ആ ബോർഡ് 500 രൂപ കൊടുത്ത് അതിൻ്റെ ബോർഡ് വാങ്ങാൻ കിട്ടും കേട്ടോ. ബോർഡ് അങ്ങ് മൊത്തത്തിലങ്ങ് മാറി വെച്ചേക്കും. മിക്കവാറുള്ള എല്ലാം ബ്രാൻഡഡ് കമ്പനിയുടെ എല്ലാം ഒരുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചെറിയ മാറ്റങ്ങളൊക്കെ ഉള്ളൂ. ബോർഡിൽ വരുന്ന കമ്പോണൻസിൻ്റെ ക്വാളിറ്റിയുടെ വ്യത്യാസങ്ങളൊക്കെ ഉള്ളൂ കേട്ടോ. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു. അപ്പോൾ അടുത്ത മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം. എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു. ഓക്കെ, അതൊക്കെ ഡാമേജ് ആകാനുള്ള